നമുക്കൊരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി കണ്ടാലോ. അപ്പൊ രാവിലത്തെ ഇഡ്ഡലി മാവ് ഇരിപ്പുണ്ടായി. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു പൊങ്ങപ്പാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിലോട്ട് കുറച്ച് ശർക്കര അങ്ങോട്ട് ഉരുക്കിയത് നല്ല കട്ടിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ഏലക്കയും കൂടി പൊട്ടിച്ചിടുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഇഡ്ഡലി തട്ടില് വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ദേ ഇതുപോലെ ആക്കി എടുക്കാം. നമ്മുടെ ഇഡ്ഡലി തട്ട് ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ചൂടായി വന്നേക്കും. അതിലോട്ട് നമുക്ക് ഓരോ കയ്യിൽ വെച്ച് കോരി വയ്ക്കാം. പൊങ്ങി നല്ല ടേസ്റ്റ് ഒക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ ചെയ്യുന്നത്. എങ്ങനെയാവുമെന്ന് അറിയില്ല, നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ദേ 2 തട്ടിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ദേ വെന്ത ഇഡ്ഡലി തട്ടിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ഒക്കെ ഉണ്ട്, ഇനി കഴിച്ചു നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പൊ ദേ നമ്മുടെ 4 മണി പലഹാരം അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പൊങ്ങ് പോലെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ